മനുഷ്യനുണ്ടാവും. കാരണം മൂത്രത്തിലൂടെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ വേസ്റ്റ് പുറത്തേക്ക് തള്ളുക. അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. മൂത്രത്തിലൂടെയാണ് വിഷങ്ങൾ പുറത്തേക്ക് തള്ളുക. പിശാച് മൂത്രമൊഴിക്കുന്നു പറഞ്ഞാല് സുബ്ഹിന്റെ ശേഷം ഉറങ്ങുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പൈശാചിക ദുസ്വഭാവങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ കഴിയൂല, ഫർളന്റെ കഴിയൂല. പിശാച് പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നിസ്കരിക്കാൻ തോന്നൂല. എത്ര ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നിപ്പോ നമ്മൾ നിസ്കാരമൊക്കെ വ്യാപകം, എല്ലായിടത്തും പള്ളി ഉണ്ട്. എന്നാൽ പോലും ചില പള്ളിയിലൊക്കെ പോയാൽ വെള്ളിയാഴ്ച തന്നെ ഉണ്ടാവും ദുഹർ ജുമാന്റെ മുമ്പ് വന്നിട്ട് ഇങ്ങനെ കുനൂത്ത് ഓതിട്ട് സുബീസ്കരിക്കേണ്ട സാധു നിഷ്കളങ്കരായ മുത്തഖീകൾ. എന്താ ഭയങ്കര ഇഖ്ലാസോടെ ഖളാ വീട്ടുക. അപ്പൊ ഇങ്ങനെ എത്ര വഴുത് കേട്ടാലും നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് കുമ്പിടാൻ മടിയുള്ള മനുഷ്യന്മാര് അവര് അതുകൊണ്ട് ശൈത്വാനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഗൗസുൽ ആദം. ഗൗസുൽ ആദമിനോട് അടുത്തു പോയ ആളുകൾക്ക് ശൈത്താനിന്റെ ശല്യം ഉണ്ടാകൂല. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളൊക്കെ മഹാനവറുകളുടെ ഖാദിരി ത്വരീഖത്തിന്റെ ദാക്കിരികളായത്.